നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാങ്ങാൻ പോകുന്ന സാധനവുമായി ബന്ധപ്പെട്ട് കുറേ കമ്പാരിസൺ ഒക്കെ ചെയ്ത് നോക്കും. അതേ സെയിം പ്രൊഡക്റ്റുകൾ മറ്റ് കമ്പനികൾ ഇറക്കുന്നത് എത്ര രൂപയ്ക്കാണ് വരുന്നത്, അതിന്റെ റേറ്റിംഗ് എങ്ങനെയാണ്, റിവ്യൂസ് എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് ഞാൻ പലപ്പോഴും പല സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞിടെ ഒരു മാട്രസ് വാങ്ങി. വേക്ക് ഫിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഓർത്തോ മാട്രസ് ആണ് വാങ്ങിയത്. അപ്പോൾ ഓർത്തോ മാട്രസ് ഞാൻ വാങ്ങാനുള്ള കാരണം എന്താണെന്നുള്ള പറയാം. അതായത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷേ രാത്രി കിടക്കുന്ന സമയത്ത് നല്ല ബാക്ക് പെയിൻ ആയിരിക്കും. കാരണം ഞാൻ രാവിലെയൊക്കെ ചില ദിവസം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒറ്റ ഇരിപ്പൊന്നിരിക്കും. എണ്ണിച്ച് പോയിട്ട് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ കുറച്ചൊന്ന് നടക്കാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ പലപ്പോഴും മറന്നുപോകും. നമ്മൾ ആ ഒരു ചെയ്യുന്ന ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് വർക്ക് ചെയ്യും. പിന്നെ അവസാനം എന്താണ്, രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല നടുവേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആവും. ഇരിപ്പോ ശരിയല്ല, കിടപ്പോടെ ശരിയല്ലെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഓർത്തോ മാട്രസ് വാങ്ങി. വേക്ക് ഫിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഈ ഒരു ഓർത്തോ മാട്രസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഓർത്തോ മാട്രസ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. കാരണം നിങ്ങൾ ആരെങ്കിലും ഒരു ഓർത്തോ മാട്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലുള്ള മാട്രസുകളാണ് ഈ വേക്ക് ഫിറ്റിന്റെ കിട്ടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതൊരു മാട്രസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാലും കുറച്ച് വില കുറവുള്ള ഒരു മാട്രസും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മാട്രസുമാണ്. കാരണം ഞാൻ ഇപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് ശേഷമാണ്. ആ ഒരു മാട്രസ് വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞാണ് ഇപ്പൊ ഈ ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത്, മനസ്സിലായി. അപ്പൊ അതിന് മുമ്പാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ അൺബോക്സ് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്തത്. വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു മാട്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പൊ എന്തായാലും നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാൻ പോകല്ലേ, നേരെ നമുക്ക് അൺബോക്സിംഗിൽ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ, ഇനി ഇതിന്റെ പുറത്തുള്ള ഈ കവർ നമുക്ക് ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ ഈ മാട്രസ് വന്നിട്ടുള്ളത് ഒരു വാക്വം സീൽഡ് ആയിട്ടുള്ള പാക്കിങ്ങിലാണ്. വേക്ക് ഫിറ്റ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണിത്. അപ്പം വളരെ സേഫ് ആയിട്ട് തന്നെ മാട്രസ് നമ്മുടെ കയ്യിലെത്തും. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിനൊപ്പം ഒരു ഓപ്പണർ ഉണ്ടായിരുന്നു. ഇത് ഒടിഞ്ഞ് 2 പീസായിട്ട് പോയി. പക്ഷെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ ചെറിയ പീസ് ഉണ്ടെങ്കിലും ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മാട്രസിൽ ടച്ച് ചെയ്യാതിരിക്കണം. അപ്പൊ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്യാം. ഇത് ഇങ്ങനെ ഇതിനകത്തേക്ക് കയറ്റി ഇങ്ങനെ ഇതിങ്ങനെ കട്ട് ചെയ്യുകയാണ്. വരുന്നു നമ്മുടെ മാട്രസ് റെഡി ആയിട്ടെ. അപ്പം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഷേപ്പ് അങ്ങ് മാറി. നമ്മുടെ ബെഡ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് സൈസിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ബെഡിന്റെ സൈസ് ഏതാണെന്നുണ്ടെങ്കിലും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ മാട്രസ് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഇപ്പോൾ ഒരു ചെറിയ ബെഡ് ആയതുകൊണ്ട് അതിന് പറ്റുന്ന സൈസിലുള്ള മാട്രസ് ആണ് ഞാൻ വാങ്ങിയത്. നിങ്ങൾക്ക് വലിയ ബെഡ് ആണെന്നുണ്ടെങ്കിൽ അതിപ്പം ക്യൂൺ സൈസോ കിങ് സൈസോ ഏതാണെങ്കിലും അതിന് പറ്റിയ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി എന്തുകൊണ്ട് വേക്ക് ഫിറ്റ് എന്ന് നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കാരണം ഒരുപാട് ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, എന്തുകൊണ്ട് വേക്ക് ഫിറ്റിന്റെ മാട്രസ് വാങ്ങണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള മാട്രസ് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ വേക്ക് ഫിറ്റ്. വേക്ക് ഫിറ്റിന്റെ പില്ലോസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പില്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കുറെ നാളുകളായിട്ട്. വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് വേക്ക് ഫിറ്റിന്റെ പ്രൊഡക്റ്റുകൾ. പിന്നെ വേക്ക് ഫിറ്റിന്റെ മറ്റൊരു പ്രത്യേകത 100 ഡേയ്സിന്റെ ട്രയൽ പോളിസി ഉണ്ട്. അതായത് 100 ദിവസം നമ്മൾ ഉപയോഗിച്ചു, നമുക്ക് ഈ മാട്രസ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റിട്ടേൺ കൊടുക്കാം. ഒരു കാര്യം ഒന്നും ചോദിക്കത്തില്ല, എന്തുകൊണ്ട് റിട്ടേൺ കൊടുത്തു എന്ന് പോലും അവർ ചോദിക്കത്തില്ല. നിങ്ങൾക്ക് നേരെ ആ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്ത് അവർ തിരിച്ചു തരും. അങ്ങനെ ഒരു പോളിസിയുടെ വേക്ക് ഫിറ്റിനുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് ആണെന്നുള്ള ഒരു പരിഗണനയും നമ്മൾ വേക്ക് ഫിറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഓർത്തോ മാട്രസ് ആണ്. എന്തിനാണ് ഓർത്തോ മാട്രസ് വാങ്ങേണ്ടത്? ഓർത്തോ മാട്രസിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓർത്തോ മാട്രസ് വളരെ കംഫർട്ടബിൾ ആണ്. അതിനോടൊപ്പം തന്നെ നല്ല സപ്പോർട്ട് നമുക്ക് ഇതിൽ കിടക്കുമ്പോൾ ലഭിക്കും. അതായത് ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക്, ബോഡി പെയിൻ ഉള്ളവർക്ക്, ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന പല ബോഡി പെയിനും ബാക്ക് പെയിനും ലെഗ് പെയിനും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ പോസ്റ്റർ ശരിയല്ലാതെ നമ്മൾ ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാണ് ഈ ബോഡി പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടാകാനുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഈ ഓർത്തോ മാട്രസിൽ കടന്നു കഴിയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഓർത്തോ മാട്രസ് സജസ്റ്റഡ് ആണ്. പിന്നെ പ്രോപ്പർ ആയിട്ട് ഉറക്കം കിട്ടാത്തവർക്കും ഓർത്തോ മാട്രസ് നല്ലതാണ്. കാരണം കംഫർട്ടബിൾ ആയിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കും. ഈ ഒരു ഓർത്തോ മാട്രസിന്റെ പ്രത്യേകത, ഇതിൽ 1.25 ഇഞ്ചിന്റെ ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒത്തിരി ഫേമും സോഫ്റ്റും അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു മാട്രസിൽ പറ്റും. നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചില മാട്രസ് ഉണ്ട് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് താഴെ വരെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ആകെപ്പാടെ പൊട്ടി കീറി പറഞ്ഞു പോകും. പക്ഷേ ഈ ഒരു മാട്രസിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേക്ക് ഫിറ്റ് അവരുടെ എല്ലാ മാട്രസുകളും സ്വന്തം ഫാക്ടറിയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് വേറെ എവിടെയെങ്കിലും മാനുഫാക്ചർ ചെയ്ത സാധനം കൊണ്ടുവന്നിട്ട് അതിൽ അവരുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടല്ല ഇവർ സെയിൽ ചെയ്യുന്നത്. ഇതെല്ലാം
തന്നെ അവരുടെ സ്വന്തം ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്താണ് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ വേക്ക്ഫിറ്റ് ഒരു D2C ബ്രാൻഡാണ്, അതായത് ഡയറക്റ്റ് ടു കസ്റ്റമർ ബ്രാൻഡാണ്. അവർ മാനുഫാക്ചർ ചെയ്യുന്നു, അത് നേരെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. ഇതിന് ഇടനിലക്കാരും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വേക്ക്ഫിറ്റിന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും ഈ മാട്രസുകൾ ഉപയോഗിക്കുന്ന സമയത്ത്. അതേപോലെ വേക്ക്ഫിറ്റ് മാട്രസ് നമുക്ക് ഓഫ്ലൈനിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. 92-ലധികം സ്റ്റോറുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഇവർ തുറന്നിട്ടുണ്ട്. ഏകദേശം 33 സിറ്റീസിലായിട്ടാണ് ഇത്രയും സ്റ്റോറുകൾ ഉള്ളത്. കേരളത്തിലും ഇവരുടെ സ്റ്റോറുകളുണ്ട്. അവിടെ പോയിട്ട് മാട്രസ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മാട്രസിന്റെ ഒക്കെ വില കുറവായതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാനും ആദ്യം ഇത് ചിന്തിച്ചിരുന്നു. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് ടു കസ്റ്റമർ സർവീസ് ആയതുകൊണ്ട് തന്നെ ഇടനിലക്കാർക്ക് ആർക്കും കമ്മീഷൻ കൊടുക്കേണ്ട ഒരു കാര്യം ഈ ബ്രാൻഡിനില്ല. ഇവർ നേരെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ്. ഇടനിലയിൽ ഒരു രീതിയിലുള്ള കമ്മീഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പൈസ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ബ്രാൻഡിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ കസ്റ്റമേഴ്സിലേക്ക് മാട്രസുകൾ അവർക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഓൺലൈൻ മാട്രസ് ബ്രാൻഡുകളിൽ ഒരെണ്ണമാണ് ഈ വേക്ക്ഫിറ്റ് എന്ന് പറയുന്നത്. 4.6 റേറ്റിംഗ് ഉള്ള ഒരു ബ്രാൻഡാണ്. ഏകദേശം 2.5 ലാഖിനടുത്ത് കസ്റ്റമർ റിവ്യൂസും ഉള്ള ഒരു ബ്രാൻഡാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കസ്റ്റമേഴ്സ് ഏത് രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്, എത്ര കണ്ട് ഈ ഒരു ബ്രാൻഡിനെ അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം 2 മില്യൺസിലധികം കസ്റ്റമേഴ്സും ഈ ഒരു സമയത്ത് വേക്ക്ഫിറ്റിന് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് 100 ഡേയ്സിന്റെ റിട്ടേൺ പോളിസി. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനും ഇല്ല, ഒന്നുമില്ല, ഒരു ചോദ്യം ഒന്നുമില്ല, നേരെ ഇത് നമുക്ക് റിട്ടേൺ ചെയ്യാം. അവർ വന്ന് എടുത്തിട്ട് പൊക്കോളും, നമ്മുടെ പൈസ അവർ റീഫണ്ട് ചെയ്ത് തരികയും ചെയ്യും. അതേപോലെ 10 തൊട്ട് 15 വർഷം വരെയുള്ള വാറന്റിയും ഈ ഒരു ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും വാറന്റി ഒരു പ്രൊഡക്റ്റിന് ഒരു കമ്പനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിലുള്ള കോൺഫിഡൻസ് എത്രയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. ചൈനീസ് പ്രൊഡക്റ്റുകളും അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളോട് കൂടുതൽ താല്പര്യം കാണിക്കാനും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും വേക്ക്ഫിറ്റ് പ്രൊഡക്റ്റുകൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ ഓർത്തോ മാട്രസിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ ബ്രീത്തബിലിറ്റി ആണ്. അതായത് വളരെ ഈസി ആയിട്ട് ഇതിലൂടെ എയർ സർക്കുലേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കിടക്കുന്ന സമയത്ത് സ്വെറ്റിംഗ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ചൂടെടുക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു പരിധി വരെ ഉണ്ടാകത്തില്ല. നല്ല കൂളായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്പൈൻ കറക്റ്റ് പൊസിഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള പെയിനും അതേപോലെ ഡിസ്കംഫോർട്ടും ഒക്കെ തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വേക്ക്ഫിറ്റ് ഷേപ്പ് സെൻസ് ഓർത്തോപീഡിക് ക്ലാസിക് ഫോം മാട്രസിന്റെ ലേയേഴ്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. എത്ര ലേയേഴ്സ് ഇതിലുണ്ട്, ഏതൊക്കെ മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇതിന്റെ ഫസ്റ്റ് ലെയർ ഷേപ്പ് സെൻസ് ഓർത്തോ മെമ്മറി ഫോം ആണ്. 1.2 ഇഞ്ചിന്റെ തിക്നെസ് ഉള്ള മെമ്മറി ഫോം ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 100% പ്യൂർ ആയിട്ടുള്ള മെമ്മറി ഫോം ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ ഒരു രീതിയിലുള്ള കംപ്ലൈന്റും ഇതിൽ ഉണ്ടാകത്തില്ല. ഇത് കീറുകയോ അല്ലെങ്കിൽ ചുളുങ്ങി, നമുക്കറിയാമല്ലോ സാധാരണ ചില മാട്രസുകളിലൊക്കെ ചുളുങ്ങി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ലോങ് ടൈമിൽ ഈ ഒരു മെമ്മറി ഫോമിൽ ഉണ്ടാകത്തില്ല. സെക്കൻഡ് ലെയറിൽ റെസ്പോൺസീവ് സപ്പോർട്ട് ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തിക്നെസ് 2.75 ഇഞ്ചസ് ആണ്. ഈ ലെയറിന്റെ പ്രത്യേകത മോഷൻ ട്രാൻസ്ഫർ ഇത് റെഡ്യൂസ് ചെയ്യും. അതായത് നമ്മളിപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, അവിടെ ഒരാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നിക്കുകയോ അല്ലെങ്കിൽ അനങ്ങുകയോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്ക് അത് അറിയാൻ പോലും പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മോഷൻ ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ലെയർ ആണ് സെക്കൻഡ് ലെയർ ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. തേർഡ് ലെയർ 1 to 6 ഇഞ്ചിന്റെ ഡെൻസിറ്റി ബേസ് ആയിട്ടുള്ള ഒരു ഫോം ആണ്. തേർഡ് ലെയറിന്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിക്കും സപ്പോർട്ടിനും വേണ്ടിയുള്ള ഒരു ലെയർ ആണ്. അതായത് ഈ മാട്രസിന്റെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പ് നിലനിർത്തുന്നത് സത്യത്തിൽ തേർഡ് ലെയർ ആണ്. അപ്പൊ കുറെ കാലങ്ങൾ നമ്മൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും ആ തേർഡ് ലെയറിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ മാട്രസ് ഇതേ രൂപത്തിൽ തന്നെ കുറെ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ഈ ഔട്ടർ ലെയർ ഉണ്ടല്ലോ, ഇത് എയറോടെക്സ് നിറ്റ് ഫാബ്രിക് ആണ്. ഇതിന് കുറെ പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡസ്റ്റ് പ്രൂഫ് ആണ്. ഇതിൽ വരുന്ന ഡസ്റ്റ് ഒന്നും മാട്രസിനുള്ളിലേക്ക് ഇറങ്ങി പോകത്തില്ല. പിന്നെ അലർജിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് അലർജി കൂടുകയൊന്നും ചെയ്തില്ല. അലർജി പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാബ്രിക് ആണിത്. അതേപോലെ തന്നെ ഇത് റിമൂവബിൾ ആണ്. നമുക്ക് ഇത് ഊരിയെടുത്തിട്ട് വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. മിഷൻ വാഷ് ചെയ്തുകൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് ഈ ഒരു ഔട്ടർ ലെയറിൽ നൽകിയിരിക്കുന്നത്. പിന്നെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഓൺലൈനിൽ നിന്നൊക്കെ മാട്രസ് വാങ്ങുമ്പോൾ അത് ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് മാത്രമാണ് ഏറ്റവും നല്ല മാട്രസ് എന്ന് കരുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയൊന്നുമില്ല. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മാട്രസുകൾ കൊള്ളത്തില്ല എന്നല്ല, പക്ഷെങ്കിൽ കുറച്ചുകൂടെ ലാഭത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഈ വേക്ക്ഫിറ്റ് മാട്രസുകൾ തന്നെ എടുത്തോളൂ. നമുക്ക് ഇപ്പോൾ ഒരു ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് കമ്മീഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഇവർ ഈഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. എന്നാൽ ഇതുപോലെ ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സിലേക്കുള്ള പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ കമ്മീഷനോ കാര്യങ്ങളോ
കാര്യങ്ങളോ ഒന്നും ഇതിന്റെ ഇടയ്ക്ക് പോകുന്നില്ല. അപ്പോൾ ഷോപ്പിൽ നിന്നൊരു പ്രൊഡക്റ്റ് പോകുമ്പോൾ 20-30% വരെ ചിലപ്പോൾ നമ്മൾ കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ അറിയുന്നില്ല, കാരണം ആ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ ആയിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത്. പക്ഷെങ്കിൽ ഇത് ഇടനിലക്കാർ കയറി ഇറങ്ങിയാണ് ഒരു ഷോപ്പിൽ എത്തുന്നത്. പക്ഷെങ്കിൽ ഡയറക്റ്റ് ടു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇടനിലക്കാരും കാണത്തില്ല, ഡയറക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരികയും അതിന് എത്ര എമൗണ്ട് ആണോ ആ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ എത്രയാണോ അത്രയും മാത്രമാണ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുക. അപ്പം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ വേക്ക്ഫിറ്റിന്റെ ഈ ഒരു മാട്രസ്. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള സൈസിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മാട്രസുകൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് അറിയിക്കുക. എല്ലാ കമന്റുകൾക്കും റിപ്ലൈ കിട്ടുന്നതാണ്. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.